ഹലോ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ 2024-25 റിപ്പീറ്റേഴ്സ് ബാച്ചിൽ R22 എനിക്ക് കഴിഞ്ഞ നീറ്റിൽ 552 മാർക്സ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ തഞ്ചാവൂർ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഇപ്പം നിങ്ങൾ എന്തായാലും അടുത്ത നീറ്റിനെ കുറിച്ചിട്ടുള്ള ആശങ്കയിലായിരിക്കും. അപ്പം ഞാൻ എങ്ങനെയാണ് നീറ്റിന് വേണ്ടി തയ്യാറെടുത്തതിനെ പറ്റിയിട്ട് പറയാം. ഫസ്റ്റ് തുടക്കത്തിലൊക്കെ ഓരോ എങ്ങനെ പഠിക്കേണ്ടതെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒരു രീതിയിൽ പഠിക്കും. പിന്നെ പോകുമ്പോൾ ഓരോരോ ചാപ്റ്റേഴ്സിൻ്റെ എക്സാംസ് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ചില ചാപ്റ്റർ അറിയില്ല എന്നൊക്കെ മനസ്സിലാവുക. അപ്പോൾ ആ ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കും. പക്ഷെ അങ്ങനെയല്ല, എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഈക്വൽ ആയിട്ട് ടൈം ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ബയോളജി ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, എന്നാലും നമ്മൾ ബയോളജി അതിന് വേണ്ട ടൈം കൊടുത്തിട്ട് തന്നെ പഠിക്കണം. ഫിസിക്സ് പറ്റി പറയുമ്പോൾ ഫിസിക്സിൽ 2 ടൈപ്പ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ഒന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സ്. അങ്ങനത്തെ ചാപ്റ്റേഴ്സിൽ അധികം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കണം. എന്നാൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ അധികം അസേർഷൻ റീസണും സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ നോക്കിയിട്ട് പഠിക്കാൻ നോക്കുക. നമ്മൾ തിയറി നന്നായിട്ട് ഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ നോക്കണം. പിന്നെ എല്ലാ മെറ്റീരിയൽസും, പല ടൈപ്പ് മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ബ്രില്യൻസിന്. അതിൽ എല്ലാതും കവർ ചെയ്യാൻ നോക്കുക എക്സാമിന് മുമ്പായിട്ട്. കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിലും ഇങ്ങനെ തന്നെ കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്കിങ്ങനെ കുറേ കാണാപ്പാടം പഠിക്കാനൊക്കെ ഉണ്ടാവും. അല്ലാതെ ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ നോക്കുക മാക്സിമം. ബയോളജി ആണെങ്കിൽ അതിൽ നമ്മൾ NCERT തന്നെ പഠിക്കുക. NCERTയിൽ തന്നെ ഉണ്ടാവും കുറേ ഡയഗ്രംസും ഫ്ലോ ചാർട്ട്സ് ആയിട്ടും അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള കാര്യങ്ങളായിട്ടും അത് തന്നെ പഠിക്കുക. അതിൽ തന്നെയായിരിക്കും മാക്സിമം ക്വസ്റ്റ്യൻസ് വരിക. ലൈക്ക് അതിൻ്റെ പല ലെവലിൽ ചോദിക്കും, എന്നാലും അതായിരിക്കും അതിൻ്റെ ബേസ്. അപ്പോൾ നമ്മൾ അത് അങ്ങനെ തന്നെ പഠിക്കുക. അതിലും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും ബയോളജി ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇനി ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ D ബ്ലോക്കിന് അടുത്തുള്ള മേരിഗോൾഡ് ഹോസ്റ്റലിലായിരുന്നു. അവിടെ നമുക്ക് ലൈബ്രറി സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റെഫറൻസിൽ നമുക്ക് നൈറ്റിലാണെങ്കിലും റെഫറൻസ് ഉണ്ടായിരുന്നു. ഏത് ഹോളിഡേ ആണെങ്കിലും പ്രൊഫസേഴ്സ് ഉണ്ടാവും അവിടെ. അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഇനി 2026 നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നീറ്റ് എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഇത് ടഫ് ആവോ ഈസി ആവോ എന്ന് ചിന്തിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം പഠിക്കുക, ഹാർഡ് വർക്കിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഹെൽത്ത് നന്നായിട്ട് നോക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.